മാന്യ സുഹൃത്തുക്കളെ, കിസാൻവാണിയുടെ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കുറഞ്ഞ രീതിയിൽ, അതായത് ചിലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെ താറാവിനെയും കോഴിയെയും വളർത്താം എന്നതാണ്. അപ്പൊ നമുക്ക് ചിലവും ബുദ്ധിമുട്ടും കുറഞ്ഞ രീതിയിൽ എങ്ങനെ താറാവിനെ വളർത്താം ഉള്ളത്, സ്ഥലം കുറഞ്ഞവർക്കും എങ്ങനെ വളർത്താം എന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. ഓക്കെ. സുഹൃത്തുക്കളെ നമസ്കാരം. എനിക്ക് കുറച്ച് താറാവ് കൃഷിയുണ്ട്, കുറച്ച് കോഴി കൃഷിയുണ്ട്, കുറച്ച് മത്സ്യകൃഷിയുണ്ട്. അപ്പൊ കുറച്ച് താറാവിന്റെ മുട്ട കളക്ട് ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് താറാവിന്റെയും കോഴിയുടെയും മുട്ട എന്ത് മാത്രം ഉണ്ടോ. താറാവെല്ലാം റെഡിയായിട്ടിരിക്കുക. കുഴപ്പമില്ല, മുട്ട ഉണ്ടത് രാവിലെ. കുഴപ്പമില്ല, മുട്ട കാര്യമായിട്ട് വന്നിട്ടുണ്ട്. ചൂടാണെങ്കിലും മുട്ടയുണ്ട് കേട്ടോ. സാധാരണ ഈ ചൂട് സമയങ്ങളിൽ മുട്ട പൊതുവെ കുറവായിട്ട് വരും. പിന്നെ അതുപോലെ തന്നെ മുട്ട ചെറുതായിരിക്കും. പക്ഷെ ഇപ്പൊ മുട്ട വലിയ കുഴപ്പമില്ല, ഒരു സ്റ്റാൻഡേർഡ് സൈസിലുള്ള മുട്ടയാണ്. രണ്ടെണ്ണം മുട്ടയുണ്ട്. കുഴപ്പമില്ലാത്ത രീതിയിൽ മുട്ട വന്നിട്ടുണ്ട്. മുട്ടയുടെ വലിപ്പത്തിനും വലിയ കുഴപ്പമില്ല. എപ്പോഴും ഈ സമയങ്ങളിൽ മുട്ട വലിപ്പക്കുറവാണ് കാണുന്നത്. പക്ഷെ ഇപ്പോൾ മുട്ട വലിപ്പക്കുറവ് കാണുന്നില്ല. എന്നാലും നമ്മൾ കക്കാർച്ചി അതുപോലുള്ള വലിയതായിട്ടുള്ള ഭക്ഷണമൊന്നും നമ്മൾ കൊടുക്കുന്നില്ല. സ്ഥിരമായിട്ട് കക്കാർച്ചിയൊന്നും വാങ്ങിച്ചു കൊടുക്കുന്നില്ല. ഇപ്പം നമ്മൾ ചെറിയ രീതിയിലുള്ള ഇതേ ഉള്ളൂ. പിന്നെ ഈ പുരാടത്തിലൊക്കെ നടന്നിട്ട് ഭക്ഷണം കഴിക്കുകയാണ് താറാവ്. പിന്നെ താറാവ് കാര്യമായിട്ടുള്ള ഭക്ഷണം നമ്മൾ കൊടുക്കുന്നില്ല. ഈ വെള്ളത്തിൽ കിടക്കും, പിന്നെ ഈ പ്രദേശത്തോ ഒന്ന് ഓടി നടക്കും. അങ്ങനെയുള്ളൂ. താറാവിൻ്റെ അല്ലാതെ വലിയ ഭക്ഷണമൊന്നും താറാവിന് കൊടുക്കുന്നില്ല. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്ന് കിട്ടിയ മുട്ട, താറാവിൻ്റെ നല്ല ഒറിജിനൽ മുട്ട. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ വീടുകളിൽ ഒരു 10 താറാവിനെ വളർത്തിയാൽ പോലും നമുക്ക് ആവശ്യമുള്ള മുട്ട നമുക്ക് ആവശ്യമുള്ള മുട്ട കിട്ടും. ഒറിജിനൽ നാടൻ മുട്ടയും കിട്ടും. വരവ് മുട്ട നമുക്ക് ഉപയോഗിക്കേണ്ടി വരില്ല. അപ്പോൾ എനിക്കൊരു 10-35 താറാവുണ്ട്. അപ്പോൾ ഇത് എല്ലാവരും ഒരു 10 മുട്ട താറാവെങ്കിലും വളർത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീടുകളിൽ നമുക്ക് ആവശ്യത്തിനുള്ള മുട്ട കഴിക്കാനായിട്ട് പറ്റും. ഓക്കെ. അപ്പോൾ നമുക്കിത് കോഴിയുടെ നോക്കാം. കോഴിമുട്ട മുട്ടയുണ്ട്, ചെറിയ മുട്ടയാണ്. നല്ല നാടൻ മുട്ട എന്ന് പറയുമ്പോൾ ഒരുപാട് ഈ പഴയ പോലുള്ള ഈ ശ്വാസം മുട്ടകളുള്ളവർക്കൊക്കെ ഈ കോഴിമുട്ട വളരെ പ്രയോജനമാണ് കിട്ടുന്നത്. ഒരുപാട് അസുഖങ്ങൾക്കൊക്കെ ഒരു ഔഷധമാണ് കോഴിമുട്ട എന്ന് പറയുന്ന ഒരു ഔഷധമാണ് കേട്ടോ. കണ്ട, ഇത് നല്ല ഒരുമാതിരി ഒരു ലൈറ്റ് റെഡ് പോലത്തെ ഒരു കളറാണ് ഈ ടൈപ്പ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച ഈ സൈസ് മുട്ട കിട്ടാറില്ല. ഇത് നല്ല മുട്ടയാണ്. അപ്പോൾ ഇന്ന് മുട്ട കുറവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ മുട്ട വിളവെടുപ്പ്. കുഴപ്പമില്ലല്ലോ. എല്ലാവരും ഒരു 5-10 കോഴിയെങ്കിലും വീടുകളിൽ വളർത്തുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള മുട്ടയും പാലും കൂടി കഴിക്കാം, നല്ല ആരോഗ്യം സംരക്ഷിക്കാം. അപ്പോൾ മുട്ട നല്ലൊരു ആരോഗ്യത്തിന് ഏറ്റവും നല്ലൊരു സാധനമാണ്. വൈറ്റമിൻസ് ഒക്കെ അടങ്ങിയത് മുട്ട. അപ്പോൾ എല്ലാവരും ഒരു 10 കോഴിയെങ്കിലും വീട് വളർത്താൻ. സുഹൃത്തുക്കളെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വിശേഷവുമായി വരുന്നവരെ ബൈ.